ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 25-ാം ദിനം. പകുതി നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നോമ്പ് ആത്മീയമായ പുതുക്കത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള ദിനങ്ങളാണ്. നോമ്പ് കാലത്തെ വർജനങ്ങൾ സ്വയം പ്രതിരോധിക്കുന്നതിനും തിന്മകളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനും ദൈവികമായ ശക്തി കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ളതാണ്. നോമ്പുകാലം ക്രൂശിതനായ യേശുവിൻ്റെ പീഡസഹനത്തെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് വേണ്ടി സഹിച്ച പീഡകൾ ഓർത്ത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പുതുക്കത്തിലേക്ക് മടങ്ങുവാൻ നോമ്പുകാലം സഹായിക്കുന്നു. Lent is a time to journey with the cross, reflecting on Jesus' passion and sacrifice. It is a season to acknowledge our sins and turn towards renewal. ഇന്നത്തെ ധ്യാന ഭാഗങ്ങൾ സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുമാണ്. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 21 വേഴ്സസ് 4 to 9 ആൻഡ് ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 19 to 21. 2 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1. നോമ്പ് ക്രൂശിനെ നോക്കി യാത്ര ചെയ്യുന്ന ദിനങ്ങൾ. ലെൻറ്റ്, ഡേയ്സ് ഓഫ് ജേർണിയിങ് വിത്ത് ഐസ് ഓൺ ദ ക്രോസ്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും യഹോവയാൽ വിമോചിതരായി വാഗ്ദത്ത നാട്ടിലേക്ക് പ്രയാണം ചെയ്യുന്ന ഇസ്രയേൽ ജനതയാണ്. അവർക്ക് മരുഭൂമിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. ഈ അവസരത്തിൽ യഹോവയുടെ കരുണയെ വിസ്മരിച്ചുകൊണ്ട് യഹോവയ്ക്കും മോശയ്ക്കുമെതിരായി അവർ പിറുപിറുക്കുന്നതും പരാതി പറയുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ യഹോവ അവരുടെ തെറ്റിന് ശിക്ഷയായി അഗ്നിസർപ്പങ്ങളെ അവരുടെ ഇടയിലേക്ക് അയക്കുന്നു. അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ് അനേക ജനം മരിച്ചപ്പോൾ അവർ മോശയുടെ അടുക്കൽ വന്ന് പശ്ചാത്തപിച്ച് ദൈവത്തോട് മാപ്പപേക്ഷിക്കുന്നു. കരുണാമയനായ യഹോവ മോശയോട് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്താൻ ആവശ്യപ്പെടുന്നു. സർപ്പദംശനമേറ്റ ഇസ്രയേൽ മക്കൾ വിശ്വാസത്തോടും അനുതാപത്തോടും കൂടി പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ മരണത്തിൽ നിന്ന് വിമോചിതരാകുന്നു. പുതിയ നിയമത്തിൽ പൂർത്തിയാകാനിരുന്ന, കാൽവറിയിൽ ഉയർത്തപ്പെടാനിരുന്ന യേശുവിൻ്റെ രക്ഷാദായകമായ കുരിശിൻ്റെ മുൻ ആസ്വാദനമായിരുന്നു മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം. പാപദംശനമേറ്റ മാനവർക്ക് മോചനമേകാൻ കാൽവറി മലയിൽ യേശുനാഥൻ മരക്കുരിശിന്മേൽ ഉയർത്തപ്പെടുന്നു. അനുതാപത്തോടും വിശ്വാസത്തോടും കൂടി ക്രൂശിതനെ നോക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നാം അറിഞ്ഞും അറിയാതെയും ചെയ്ത കുറ്റങ്ങളെ ദൈവസന്നിധിയിലേറ്റു പറഞ്ഞ് ക്രൂശിനെ നോക്കി യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 2. നോമ്പ് ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ സ്വീകരിച്ച് വെളിച്ചമായി തീരാനുള്ള ആഹ്വാനം. ലെൻറ്റ്, an invitation to receive Christ, the light, and become a light to others. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നിക്കോദമോസ് എന്ന മനുഷ്യനെ നാം കാണുന്നു. രാത്രിയിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യൻ. തമസോമ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥന ആർഷ ഭാരതത്തിൻ്റെതാണ്. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കപ്പെടണം എന്ന ആഗ്രഹം ഏതൊരു വ്യക്തിയും നെഞ്ചിൽ പേറുന്നതാണ്. നിക്കോദമോസ് ഇരുളിലായിരിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ അയാൾ വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. മറ്റ് പരീശന്മാർ ക്രിസ്തുവിനെ എതിർക്കുമ്പോഴും യേശുവിൽ അല്പമെങ്കിലും ദൈവികതയുണ്ടെന്ന് ആത്മാർത്ഥമായി അയാൾ വിശ്വസിച്ചിരിക്കണം. രാത്രിയിൽ തൻ്റെ പക്കലേക്ക് കടന്നു വന്ന് ചോദ്യങ്ങൾ ചോദിച്ച നിക്കോദമോസിനെ സ്വീകരിച്ചിരുത്തിയ ക്രിസ്തു
19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വെളിച്ചത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് അയാളോട് പറയുന്നത്. വെളിച്ചത്തിൻ്റെ മകനാവുന്ന ദൗത്യമാണ് അയാൾക്കുള്ളതെന്ന് ക്രിസ്തു അയാളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് നിക്കോദമോസിൻ്റെ ജീവിതം വെളിച്ചത്തിലേക്കുള്ള യാത്രയായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 50-ാം വാക്യത്തിൽ യേശുവിനെ ബന്ധിക്കാൻ പരീശന്മാർ ശ്രമിക്കുമ്പോൾ അയാൾ ഇടപെടുന്നു. യേശുവിനു വേണ്ടി പരസ്യമായി സംസാരിക്കാൻ അയാൾ തയ്യാറാകുന്നു. പിന്നീട് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാം വാക്യത്തിൽ യേശുവിൻ്റെ ശരീരം സംസ്കരിക്കുന്ന വേളയിലാണ് നിക്കോദമോസിനെ നാം കാണുന്നത്. എല്ലാവരും ഭയന്ന് വിറച്ച് ഒളിച്ചിരിക്കുമ്പോൾ അരിമത്യക്കാരൻ യോസഫിനോടൊപ്പം യേശുവിൻ്റെ ശരീരം സംസ്കരിക്കാൻ അയാൾ എത്തുകയാണ്. അന്ധകാരത്തിലായിരുന്ന അയാൾ പരിപൂർണമായി വെളിച്ചത്തിൻ്റെ വ്യക്തിയായി മാറുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള അയാളുടെ യാത്ര പൂർണ്ണമാവുകയാണ്. ഏതു മനുഷ്യനും യാത്ര ചെയ്യേണ്ട ദൂരമാണ് നിക്കോദമോസിൻ്റെ ജീവിതം. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ ഏത് ഇരുട്ടിലാണ് നമ്മളെന്ന് ചിന്തിക്കുക. ഒരു ഗ്രാമത്തിൽ മെഴുകുതിരി കച്ചവടക്കാരനുണ്ടായിരുന്നു. മെഴുകുതിരി നിർമ്മിച്ച് വിറ്റ് അയാൾ ഉപജീവനം നടത്തി. സന്ധ്യയാകുമ്പോഴേക്കും എല്ലാവരും അയാളുടെ കടയിൽ എത്തുമായിരുന്നു. വീട്ടിലേക്ക് പോകാനും വീട്ടിൽ ചെന്ന് വെട്ടം കാണാനും മെഴുകുതിരികൾ വാങ്ങിക്കാനായി. ക്രമേണ മെഴുകുതിരി വാങ്ങുന്ന ആളുകളുടെ എണ്ണം കുറയുന്നതായി അയാൾക്ക് തോന്നി. ഒരു ദിവസം അയാൾ ഒരാളെ വിളിച്ച് ചോദിച്ചു, എന്തേ ഇപ്പോൾ മെഴുകുതിരി വാങ്ങാൻ വരാത്തത്? അയാളുടെ മറുപടി ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. ഈ ഇരുൾ വഴികൾ ഞങ്ങൾക്ക് പരിചിതങ്ങളായി. പലപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെയല്ലേ? ഇരുളിൽ നടന്ന് അതിൽ തന്നെ നടക്കാൻ പരിചയിച്ച നമ്മൾ. നോമ്പ് വെളിച്ചമായ ക്രിസ്തുവിനെ സ്വീകരിച്ച് വെളിച്ചത്തിലേക്ക് നടക്കുവാനുള്ള ആഹ്വാനമാണ്. നോമ്പ് ദിനങ്ങളിൽ ക്രൂശിനെ നോക്കി യാത്ര ചെയ്ത് ആ പ്രകാശം ലോകത്തിന് നമ്മുടെ ജീവിതത്തിലൂടെ നൽകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ആമീൻ.